ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 66. സാത്താൻ്റെ പേരുകളും അവയോടുള്ള ബന്ധത്തിൽ ഉളവാകുന്ന വിഷയങ്ങളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്ന ശുക്രൻ, അരുണോദയപുത്രൻ എന്നിവ മാറി ഇപ്പോൾ അവൻ വിളിക്കപ്പെടുന്ന അനേക പേരുകളുണ്ട്. അവയിൽ ആദ്യത്തേതാണ് പിന്നെ സാത്താൻ എന്ന പേര്. ഇത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, അതുപോലെ 7-ാമത്തെ വാക്യത്തിലും 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലും ഇത് അന്വർത്ഥമായ നിലയിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ ഒരു ചരിത്രമുണ്ട്. സഹസ്രാബ്ദ യുഗം എന്ന വിഷയം വരുമ്പോൾ വിശദീകരിച്ച് കേൾക്കാം. എങ്കിലും അവിടെ സാത്താൻ ബന്ധിക്കപ്പെടുന്നൊരു ഭാഗമാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ. എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിട്ട ശേഷം ക്രിസ്തുവിൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് മുന്നോടിയായി ഈ സാത്താൻ ബന്ധിക്കപ്പെടുന്നു. ജാതികളെ വഞ്ചിക്കാതിരിക്കാനാണ് അവനെ ബന്ധിക്കുന്നത്. സാത്താന് ഇവിടെ നൽകിയിരിക്കുന്ന പേരുകൾ വളരെ ശ്രദ്ധേയമാണ്. പിശാച്, സാത്താൻ, പഴയ പാമ്പ്, മഹാസർപ്പം. പിശാച് എന്നാൽ ദൂഷണം പറയുന്നവൻ എന്നും സാത്താൻ എന്നാൽ പ്രതിയോഗി എന്നുമാണ് അർത്ഥം. ഏദനിൽ മനുഷ്യനെ വീഴ്ത്തിയതുകൊണ്ടാണ് അവന് പഴയ പാമ്പ് എന്ന പേര് ലഭിച്ചത്. അന്ത്യകാലത്താണ് അവൻ മഹാസർപ്പമായി പ്രത്യക്ഷപ്പെടുന്നത്. ഈ ശക്തനായ സാത്താനെ പിടിച്ചു കെട്ടുവാൻ ഒരു സാധാരണ ദൂതൻ മതിയാകുമോ എന്ന് ഇവിടെ ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ടാക്കാം. എന്നാൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിൽ എത്ര ഉന്നതനായ വ്യക്തിയെയും അറസ്റ്റ് ചെയ്യുവാൻ ഒരു പോലീസുകാരന് കഴിയുന്നത് പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ അധികാരപത്രമുണ്ടെങ്കിൽ സാത്താനെ ബന്ധിക്കുവാൻ ഒരു ദൂതൻ ധാരാളം മതിയാകും. വെറുക്കുന്നവൻ, കുറ്റം ചുമത്തുന്നവൻ, ശത്രു, എതിരെ നിൽക്കുന്നവൻ എന്നെല്ലാം ഈ സാത്താൻ എന്ന വാക്കിന് അർത്ഥം കൽപ്പിക്കാം. നോക്കൂ, 1 ദിനവൃത്താന്തം 21:1 സഖരിയാവ് 3:1 ഇവിടെ വായിച്ച വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം കൂടി ഒത്തുനോക്കുക. ഇവയെല്ലാം അവൻ്റെ പേരിന് അന്വർത്ഥമായി കാണുന്നുണ്ട്. അവൻ വെറുക്കുന്നവനാണ്. ദൈവത്തോട് പറ്റി നിൽക്കുന്ന തൻ്റെ ജനത്തെ അവൻ ഇന്നും വെറുക്കുന്നു. മാത്രമല്ല അവരുടെ മേൽ കുറ്റം ചുമത്തുന്നു. അവനെന്നും ദൈവമക്കൾക്ക് ശത്രുവായി എതിരെ നിൽക്കുന്നവനാണ്. ആകയാൽ ഈ പേര് അവൻ അനർത്ഥമാകുന്നു. 4-മതായി പിശാച് എന്ന് നമ്മൾ വായിച്ചു. ഇതിൻ്റെ എബ്രായയിലെ വാക്കുകൾ 2 എണ്ണമാണ്. സേയീർ എന്നും അതോടൊപ്പം തന്നെ ഷെഡ് എന്നുമാണ് ആ വാക്കുകൾ. സേയീർ എന്നതിന് രോമമുള്ളവൻ എന്നാണ് അർത്ഥം. എന്നാൽ 2-മത്തേതിന് നശിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അതുപോലെ ഗ്രീക്കിൽ 3 പദങ്ങൾ പിശാചിന് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഡൈമോൺ എന്നത്. ഇതിൻ്റെ ആശയം ദിവ്യൻ എന്നാണ്. കാണുക 2 കൊരിന്ത്യർ 4:4 ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വാക്യവുമായിട്ട് യോജിക്കുന്നു. മറ്റൊന്ന് ഡൈമോനിയോൺ എന്ന വാക്കാണ്. നിഴൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നിഴൽ പോലെ അവൻ മറയ്ക്കുന്നു. കൂടാതെ ദൈവിക സത്യങ്ങളെയും കർത്താവിനെയും കാണാതെ വണ്ണം മനുഷ്യരുടെ കണ്ണ് കുരുടാക്കി മറച്ച് കളയുന്നതിനാണെന്നുള്ളത് 2 കൊരിന്ത്യർ 4:4 കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 3-മത്തേത് ഡിയാബോലസ് എന്ന വാക്കാണ്. കുറ്റം ചുമത്തുന്നവൻ എന്ന് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. എന്തിനും ഏതിനും അവൻ ഒരാശയക്കുഴപ്പമുണ്ടാക്കുകയും അങ്ങനെ കുറ്റം ചുമത്തുകയും ചെയ്യുന്നു. 5-മതായി പഴയ പാമ്പ് എന്ന് വിളിക്കപ്പെടുന്നു. നാം വായിച്ച 20-ാം അധ്യായത്തിൻ്റെ 2 തന്നെ അത് കാണുന്നു. ഇത് ഏദൻ മുതൽ അവൻ്റെ ഈ പേര് അനർത്ഥമായി നിൽക്കുന്നു. ഹവ്വയുടെ അടുക്കൽ വന്ന് പാമ്പ് സംസാരിച്ചതായിട്ടാണല്ലോ നാം അവിടെ വായിക്കുന്നത്. ഉൽപ്പത്തി 3:1 ഇതിനു മുമ്പ് ഇങ്ങനെ രൂപം എടുത്തിട്ടുണ്ടെന്ന് അറിയില്ല. എങ്കിലും പഴയ
അതായത് പുരാതനമായ എന്ന ആ അർത്ഥത്തിൽ ഈ ആദാമ്യ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന ഭൂമിയിൽ അവൻ ഈ രൂപം എടുത്തിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. ആകയാൽ ഇങ്ങനെ പഴയ പാമ്പ് എന്നുകൂടി അവന് പേരുണ്ട്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.